ഇന്നലെ ഞങ്ങൾ തൃശ്ശൂരത്തെ ഓണം ഫസ്റ്റ് കാണാൻ പോയി. ഞങ്ങൾ ഭയങ്കര സന്തോഷിച്ചായിരുന്നു. അതിനുള്ളിൽ എന്തൊക്കെയായിരുന്നു കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര തിരക്കായിരുന്നു. അത് കേക്കിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അയ്യോ എനിക്ക് എത്ര സന്തോഷമായിരുന്നു അറിയോ. അതുപോലത്തെ ഓരോ ഫോട്ടോ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവുമെന്ന് അപ്പോഴേ ഞാൻ ചിന്തിച്ചു. പിന്നെ ഞങ്ങൾ പോയി ടിക്കറ്റൊക്കെ എടുത്തു. 100 രൂപയായിരുന്നു ടിക്കറ്റിന്. ഇത്തിരി എത്തുമ്പോഴേക്കും ചെടികളൊക്കെ കാണാൻ തുടങ്ങി. പല കളറിലും പല തരത്തിലുണ്ടായിരുന്നു പൂക്കളുണ്ടായിരുന്നു. എത്രയൊക്കെ പൂക്കളുണ്ടോ ചിന്തിച്ചു. അവിടെ ഒരുക്കി വെച്ചത് കാണാൻ നല്ല രസമായിരുന്നു. അന്നുകൂട്ടനാണെങ്കിൽ അവിടെ ഓടി നിന്ന് കളിക്കാൻ തിരക്കായിരുന്നു. ഞങ്ങളവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. എനിക്ക് കാണിച്ചു തരേ. അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ കുറേ സാധനങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ സാധനം കണ്ടു കേട്ടോ, കാണിച്ചു തരാം. നോക്കൂ എത്ര കുഞ്ഞു തക്കാളികളാണെന്ന്. ഈ പൊട്ടിക്കാനൊക്കെ തോന്നി, പക്ഷെ ചീത്ത പറഞ്ഞാലും ശരി പൊട്ടിച്ചില്ല. പിന്നെ അവിടെ വാട്ടർഫോളിനൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയായ ലൈറ്റ് ഇട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെയും കുറേ പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി. അങ്ങോട്ടാണെങ്കിൽ ഒറ്റയ്ക്ക് ഓടി നടക്കുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാനും ഇത് സമ്മതിക്കില്ല. എല്ലാ ഫോട്ടോയിലും അവൻ്റെ കൂടെ ഇരിക്കായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചേ. പിന്നെ പൂക്കൾ കഴിഞ്ഞ് ഞങ്ങളെ കിളികളെ കാണാൻ പോയി. കുറേ കിളികൾ അങ്ങനെ പറന്ന് നടക്കുന്നതുമായിരുന്നു. ഒരു ഇഗ്വാനയും പാമ്പും വലിയ തട്ടയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ തലയിലൊക്കെ മൂക്കൂടെയൊക്കെ കിളികൾ മുമ്പ് എനിക്ക് പേടിയാവുമായിരുന്നു. ആ കൊമ്പുമ്പേ പെട്ടെന്ന് ഇരിക്കാൻ വെക്കുന്നത് കണ്ട പോലുമില്ല. കിളികളൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഡോഗ് റോബോട്ടിനെ കണ്ടു. അയ്യോ അതോടെ എല്ലാ നേരവും വന്നു പോയി. അനിയെ കൂട്ടാൻ അവനൊരു കൂട്ടുകാരനെ കിട്ടിയ പോലെയായിരുന്നു. സത്യത്തിൽ റോബോട്ട് നല്ല രസവും ഉണ്ടായിരുന്നു. ചാടും നടക്കും, പിന്നാലെ വരും, സൈക്കിളിൽ വെക്കും, തോയും. അങ്ങനെ കുറെ കാര്യങ്ങൾ റോബോട്ട് ചെയ്തായിരുന്നു. അനിയെ കൊണ്ട് സൈക്കിളിൽ കൊടുത്തു. എനിക്ക് പേടിയായി. ഞാൻ കുറച്ച് നേരെ താഴ്ത്തുന്നുള്ളൂ. പിന്നെ അവരെന്നെ എടുത്തു. അനിയൻകുട്ടനാണെങ്കിൽ വരാൻ കൂട്ടാണ്ട് കരച്ചിലും. അവന്റെ കുറുമ്പൊക്കെ ഇല്ലേ, കണ്ടു നോക്കണേ. ഒരു റോബോട്ടിന് പച്ച ലൈറ്റും ഒരു റോബോട്ടിന് നീല ലൈറ്റും ആയിരുന്നു. കുറെ ആൾക്കാർ സൈക്കിളിന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് എല്ലാവർക്കും സൈക്കിളിന് കൊടുത്തില്ല. റോബോട്ടിന്റെ അടുത്ത് ഓളിട്ട് പറഞ്ഞു. ഞാൻ മാത്രമല്ല കേട്ടോ, വലിയ കുറെ ഹാൻഡിലും കഴിയുന്നുണ്ടായിരുന്നു. അതിൻകുട്ടൻ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. நாங்க பைக் எடுத்து ரைட் அடிப்போம், ரைடுல ரைட் வெயில வானத்தை பிடிப்போம், தோழனுக்கு தோல் கொடுப்போம், தொல்ல வந்தா லேட் பார்ட்டில முடிப்போம், பாடுவனா போடுவனா வெயிட் ஆஃப் ஃபைட் ஒன் பஞ்சில கெளிப்போம், ஆடுவனா ஓடுவனா அட்டில
റോബോട്ട് തവണ പുറത്തേക്ക് പോയപ്പോൾ അത് വഴി പോയത് പോയെന്ന് ഞാൻ വിചാരിച്ചു. എത്ര പറഞ്ഞിട്ട് എന്റെ പരി മാറിയില്ല. ഞാൻ അങ്ങോട്ട് പോകാൻ വഴി അത് കുട്ടികളും പോരാടിയിരിക്കാനും. போதும் வண்டி எதுன்னு போவலாம் உங்க ரைட். நான் ரைடு போற டைம்ல நீங்க ஏமி ஜட்ஜ் சைட். என் சைடு வாக்க பார்த்து உள்ள எல்லாம் செல்லா டைட். நான் ஏத்தி அடிக்கி பேச மாட்டேன், பேசினா ஒன்லி ஸ்ட்ரைட். எங்க ஸ்பீச் கேட்க அர்த்தல இருந்து மார்ஸ் வரைக்கும் வெயிட்டிங். தல மேல பறக்கும் ஏரோப்ளேன் ஆர்ல போட்டு ஸ்கேட்டிங். கர்மாரில இருந்து மார்வல் வரைக்கும் நாங்க கொடுக்க ரேட்டிங். இப்போ டெய்லி போடுற வீடியோ தான் இன்டர்நெட் டிபேட்டிங். நாங்க பைக் எடுத்து ரைட் அடிப்போம், ரைடுல ரைட். வெயில வானத்தை பிடிப்போம், தோழனுக்கு தோல் கொடுப்போம். தொல்ல வந்தா லேட் பார்ட்டில முடிப்போம். பாடுவனா போடுவனா வெயிட் ஆஃப் ஃபைட். ஒன் பஞ்சில கெளிப்போம், ஆடுவனா ஓடுவனா அட்டில டைட். கானா வைப்ல மதப்போம், வைப்ல மதப்போம். நான் ரைடு போற டைம்ல நீங்க ஏமி ஜட்ஜ் சைட். என் சைடு வாக்க பார்த்து உள்ள எல்லாம் செல்லா டைட். நான் ஏத்தி அடிக்கி பேச மாட்டேன், பேசினா ஒன்லி ஸ்ட்ரைட். எங்க ஸ்பீச் கேட்க அர்த்தல இருந்து மார்ஸ் வரைக்கும் வெயிட்டிங். தல மேல பறக்கும் ஏரோப்ளேன் ஆர்ல போட்டு ஸ்கேட்டிங். கர்மாரில இருந்து மார்வல் வரைக்கும் நாங்க கொடுக்க ரேட்டிங். இப்போ டெய்லி போடுற வீடியோ தான் இன்டர்நெட் டிபேட்டிங். ഒരു സ്ഥലത്തിൽ ഞങ്ങൾ അവരാണ് പിടിച്ചു കൊണ്ടുവന്നു. അവരെ കളഞ്ഞ് പൊളിച്ചു അവരവിടെ. പിന്നെ ആ കടകളൊക്കെ തന്നെ നടന്നു. കുറച്ച് കടകളൊക്കെ വാങ്ങി. അവിടെയും അവരെല്ലാ സാധനങ്ങളായിരുന്നു. ഒരു സ്ഥലത്തിൽ അവരെ വെച്ച് സാധനമൊക്കെ വാങ്ങിപ്പോന്നു. കുറെ കടകളുണ്ടായിരുന്നു കേട്ടോ അവിടെ.
പല പല സാധനങ്ങളും വാങ്ങി കളിച്ചത്. അവരെ വെളുപ്പിക്കാൻ ഒരു പാമ്പിനെ കയറ്റിലെടുത്ത് ഇട്ട് കൊടുത്തതാ. അവരെ ആ പാമ്പിനെ തിന്നാൻ നോക്കുവാൻ. മൊച്ച, സീക്കോൺ, പാവുബജി, പോപ്കോൺ അതെല്ലാം ഞങ്ങൾ കളിച്ചത്. പിന്നെ അച്ഛൻ ഒരു ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞ് നേരെ ഞങ്ങൾ ദോശ കഴിക്കാൻ വിട്ടു. ഹോട്ടലിൽ കയറി മസാല ദോശ കഴിച്ച് അടിച്ച് പൊളിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഓണം പൊളിച്ചു കേട്ടോ. അപ്പൊ പിന്നെ കാണാം. ബൈ.